ഹലോ അസ്സലാമുഅലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആട്ടോ. ഒരു എയർ ഫ്രയർ അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇംപെക്സിൻ്റെ എയർ ഫ്രയർ ആണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്ന എയർ ഫ്രയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംപെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയർ ആട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇംപെക്സിൻ്റെ 6.5 ലിറ്ററിൻ്റെ എയർ ഫ്രയറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതേ രണ്ട് സൈഡിൽ ഇങ്ങനെ തെർമോക്കോളൊക്കെ വെച്ച് നല്ല എന്താ പറയുക സേഫ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു എയർ ഫ്രയർ വന്നിരിക്കുന്നത്. ഇപ്പം നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു എയർ ഫ്രയർ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് വാങ്ങിയിരിക്കുന്നത് നെസ്റ്റോയിൽ നിന്നാട്ടോ നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, 160 സംതിങ് ഓഫറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 ഇയർ വാറൻറ്റി ഉണ്ട്. 1650 വാട്ട്സിൻ്റെ എയർ ഫ്രയർ ആട്ടോ. ഇത് 6.5 ലിറ്ററിൻ്റെ ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് AF4304 ആണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു യൂസർ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താ, ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഓയിലില്ലാണ്ട് 0 ഓയിലായിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അത് എത്ര ഡിഗ്രി സെൽഷ്യസിൽ എത്ര ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ഒന്ന് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 2 നോബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഗ്രില്ല് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിനുള്ളിൽ ഈ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ടല്ലോ, ഇതിനുള്ളിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് എത്രത്തോളമായി കരിയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഗ്ലാസ് പോർഷൻ്റെ ഉള്ളിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനുള്ളിൽ ഒരു റെഡ് ലൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും കേട്ടോ ആ ഒരു ഗ്ലാസ് പോർഷനിലൂടെ. പിന്നെ ഇത് വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ അല്ല വന്നേക്കുന്നത്. ഇതൊരു നോർമൽ ആ ഒരു റെഗുലേറ്റർ മോഡ് ഉണ്ടല്ലോ, ഈ ഒരു 2 നോബാട്ടോ വന്നേക്കുന്നത്. നമ്മളിത് രണ്ടും സെറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ചിലത് ഇങ്ങനെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇങ്ങനെ പവർ ബട്ടണും ഒക്കെ ഇവിടെ മുകളിൽ ഇങ്ങനെ ഡിജിറ്റലായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ടൈമറും ഒക്കെ ഡിജിറ്റലി സെറ്റ് ചെയ്യുന്നതാണല്ലോ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല വന്നേക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ടെമ്പറേച്ചറും ആ ഒരു ടൈമറും സെറ്റാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാത്തുള്ളൂ. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും റെസിപ്പീസൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.